ഹായ്, ഞാനൊരു രസം ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ സാധാരണ രീതിയിൽ എളുപ്പത്തിനുള്ള തക്കാളി കൊണ്ടൊരു രസം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നത്. ഇതിനു മുമ്പ് ഞാനൊരു തമിഴ്നാടൻ രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെറൈറ്റി വേറെ, ഇത് വെറൈറ്റി വേറെ. എൻ്റേതായിട്ടുള്ള രസം ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമുക്ക് വേണ്ടത് തക്കാളി വേണം. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളി വേണം, കുറച്ച് കുരുമുളക് വേണം. കുരുമുളകാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് ജീരകം, പിന്നെ കുറച്ച് കായം, പിന്നെ കുറച്ച് നമുക്ക് മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി അല്പം മതി. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, ഇത്രയും മതി. നമുക്കൊരു രസത്തിന് കുരുമുളക് എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് കുറച്ച് ഉപ്പ്, ഓക്കെ, കുറച്ച് ധനിയപ്പത്ത, മല്ലിയില, പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലിട്ട് അങ്ങ് അരയ്ക്കാം. അപ്പം അതിൻ്റെ ടേസ്റ്റ് വരും. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പുളിവെള്ളം ഇരിക്കട്ടെ. അപ്പോൾ അതാകുമ്പം കുറച്ച് നന്നായിട്ട് ഇരുന്നോളൂ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ജീരകപ്പൊടിയും കൂടെ ചേർത്തേക്കാം. അപ്പോൾ ഓക്കെ, കുറച്ച് നല്ല കായവും ഇരിക്കട്ടെ. അപ്പോൾ ഇത് ഇത്രയും ഞാൻ അരച്ചുകൊണ്ട് വരാം. നമ്മുടെ അരച്ച മിശ്രിതം ഇതാണ് രസത്തിൻ്റെ. അപ്പോൾ നമുക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്തേക്കാം. അപ്പോൾ അത് ഓക്കെ. ഇനി നമുക്കിത് കടുക് വറക്കാം. അപ്പോൾ നമുക്ക് കല്ലിയട്ടി വെച്ച്, എൻ്റെ ഒരു ചട്ടിയുണ്ട്, കല്ലിയട്ടി. അപ്പോൾ അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കാം. അതൊന്ന് മൂക്കട്ടെ. കുറച്ച് നമുക്ക് മുളകിടാം, ഉലുവ ഇടാം, കടുകിടാം. 2 ഉലുവയും വേണമെങ്കിൽ ഇടാം. അപ്പോൾ അതൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി നമുക്ക് കടുകിടാം, കരിവേപ്പില ഇടാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് അരച്ച് വെച്ച നമ്മൾ മിശ്രിതമാക്കി വെച്ചിരുന്ന രസത്തിൻ്റെ ഇത് ഇടാം. ഇത് നല്ലവണ്ണം നമുക്ക് വഴറ്റണം. ഇതിൻ്റെ പച്ച ചുവയെല്ലാം മാറണം. അപ്പോൾ അത് മാറാൻ നമുക്ക് നല്ലപോലെ വഴറ്റുക. നല്ലപോലെ പച്ചമണം മാറി ഇനി നമുക്ക് കുറച്ച് വെള്ളം നല്ലപോലെ ഒഴിക്കാം. കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിക്കാം. ഇവിടെ രസം ഓൾറെഡി തിളച്ചു. ഇനി നമുക്കൊരു ഒരു സീക്രട്ട് ഇടാം. ശർക്കരയുടെ പാനി ഒഴിക്കാം. ഉപ്പും പുളിയും ബാലൻസ് ചെയ്യുന്നതാണ്. ഒരുപാട് മധുരമൊന്നുമില്ല. ഇത് കാണുന്നതെന്ന് വിചാരിച്ച് ഒത്തിരി മധുരമൊന്നും പോകുന്നില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു രസം ചോറിലൊഴിച്ച് കുടിക്കാൻ നല്ലതാണ്. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു മല്ലിയിലയും കൂടെ ഇടാമെങ്കിൽ സൂപ്പർ. മല്ലിയില ഓൾറെഡി അരച്ചിട്ടുണ്ട്, എന്നാലും നമുക്കൊരു മോഡിഫൈ ചെയ്യണ്ടേ. അപ്പം അതുകൊണ്ട് നമ്മൾ നല്ലൊരു രസം. ഓക്കെ, അപ്പം ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. അപ്പോൾ ഉപ്പും പുളിയുണ്ട്, എല്ലാം നല്ല സൂപ്പറാണ്. ഇനി നമുക്ക് വൈകിട്ടത്തെ ചോറിൻ്റെ കൂടെ രസവും, പിന്നെ നമുക്ക് ഇന്ന് ഉച്ചയ്ക്കുണ്ടാക്കിയ ഒരു നീലാണ്ടൻ അവിയലുമാണ്. ഇത് ഓമയ്ക്കയും ചേമ്പും താളും പയറും എല്ലാം കൂടെ വെച്ചുള്ളൊരു അവിയലാണ്. അപ്പോൾ അത് രണ്ടും നല്ല കോമ്പിനേഷൻ. പിന്നെ വേണമെങ്കിൽ ഒരു മുട്ട, വേണമെങ്കിൽ ഓംലെറ്റും ഉണ്ടാക്കാം. രാത്രി പിന്നെ ഒരുപാട് ഭക്ഷണമൊന്നും വേണ്ടല്ലോ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ, എൻ്റെ രസം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.